മുംബൈയിൽ നിന്നും തിരിച്ചെത്തിയ താനൂർ സ്വദേശികളായ പെൺകുട്ടികളെ കുടുംബത്തോടൊപ്പം വിട്ടയച്ചില്ല. രണ്ടുപേരെയും റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് മാറ്റി. കുട്ടികളുമായി സംസാരിച്ചതിൽ കൗൺസിലിംഗ് വേണമെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് പോലീസിന്റെ ഈ നടപടി. CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, കുട്ടികളെ മാതാപിതാക്കൾക്കൊപ്പം വിട്ടു നൽകുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. കാരണം അവർക്ക് ആ തരത്തിൽ അവരുടെ പ്രവൃത്തിയിൽ നിന്ന് അവരെ പുറകോട്ട് വലിക്കുക, കുടുംബത്തിനൊപ്പം ചേർക്കുക, കാരണം മാതാപിതാക്കളും അവരെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ് പോലീസിന്റെ ഇത്തരമൊരു നടപടി? എന്താണ് ഇനിയും ഇവരുടെ കാര്യത്തിൽ സ്വീകരിക്കാൻ പോകുന്നത്? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ കുട്ടികളുടെ കാര്യത്തിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള തുടർ നടപടികൾ. കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് കൗൺസിലിംഗും തുടർ പിന്തുണയും ആവശ്യമായ ഒരു സാഹചര്യമുണ്ട്. ഇവര് ഇത്തരത്തിലൊരു തീരുമാനമെടുത്ത് മുന്നും പിന്നും നോക്കാതെ ഇറങ്ങി തിരിച്ചെങ്കിൽ അവർ തിരിച്ചെത്തിയത് സുരക്ഷിതരായിട്ട് എന്നുള്ളത് വലിയ ഭാഗ്യം തന്നെയാണ്. പക്ഷേ അങ്ങനെ പോകാനുള്ള ഒരു സാഹചര്യം, ആ കാര്യങ്ങളെയൊക്കെ തന്നെ കുറെ കൂടി മനസ്സിലാക്കി അവർക്ക് മാനസിക പിന്തുണ കൊടുക്കേണ്ട ഒരു ഘട്ടമാണിതെന്നാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയൊക്കെ അഭിപ്രായപ്പെടുന്നത്. ആ സാഹചര്യത്തിലാണ് അവർക്ക് കൗൺസിലിങ്ങിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോഴവരെ CWSന്റെ നിയന്ത്രണത്തിൽ താമസിപ്പിച്ചിരിക്കുന്നത്. കാരണം പെട്ടെന്ന് വീട്ടിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും അവരുടെ ഭാഗത്തു നിന്നുള്ള തുടർ പ്രതികരണങ്ങൾ എന്ന് പറയാനാകില്ല. കാരണം അവർക്കൊരിക്കലും ഞാൻ ഇന്നലെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായത് അവർക്ക് പോയതിലോ മറ്റ് ഈ തരത്തിലുള്ള ഈ ആശങ്ക ഉണ്ടാക്കിയതിലൊന്നും വലിയ ടെൻഷനോ സങ്കടമോ പേടിയോ ഒന്നും അവർക്ക് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാരണം അവർ വളരെ കൂളായിട്ടാണ് ഈ സാഹചര്യത്തെയൊക്കെ കാണുന്നത്. ഒരുപക്ഷെ അതിൻ്റെ ഒരു ഗൗരവം അവർക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടാകാം അവർക്ക് ഇത്തരത്തിൽ കാര്യങ്ങൾ അറിയാത്തത്. എന്താണെങ്കിലും അതിൻ്റെ ഒരു ഗൗരവം അവരിലേക്ക് എത്തിക്കാൻ അവർക്ക് കൂടുതൽ മാനസിക പിന്തുണ നൽകേണ്ടതുണ്ട്. അതിന് കൗൺസിലിംഗും മറ്റ് നടപടികൾ ആവശ്യമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് അവരെ അത്തരത്തിൽ CWS നിയന്ത്രണത്തിൽ തന്നെ ഇപ്പോൾ താമസിപ്പിച്ചിരിക്കുന്നത്. ഇവരുടെ കൂടെ മുംബൈയിലേക്ക് പോയ ഇടവണ്ണ സ്വദേശിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അയാൾക്കെതിരെ 2 FIRകളാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിലും രണ്ടിലും തട്ടിക്കൊണ്ടുപോലും അതുപോലെ തന്നെ ഫോൺ വഴിയുള്ള ശല്യം ചെയ്യൽ, പിന്തുടരൽ എന്നുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ഈ 2 കുട്ടികൾക്കും എതിരെ ഇയാളത് ചെയ്തു എന്നാണ് FIR സൂചിപ്പിക്കുന്നത്. 2 ആഴ്ചത്തേക്കാണ് ഇയാളെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ കൗൺസിലിംഗ് എല്ലാം പൂർത്തിയാക്കിയ ശേഷമേ ഇവരെ വീട്ടുകാർക്കൊപ്പം വിട്ടയക്കൂ എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.